കാലിക്കറ്റ് സർവകലാശാലയിലെ SFI വനിതാ നേതാവിന്റെ മാർക്ക് ദാനം റദ്ദാക്കി ഗവർണർ. വിമൻസ് സ്റ്റഡീസ് വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്തു വന്നിരുന്ന SFIയുടെ മുൻ വനിതാ നേതാവ് K. ഡയാനയ്ക്ക് MA പരീക്ഷയിൽ നടത്തിയ മാർക്ക് ദാനത്തിലാണ് നടപടി. മാധ്യമങ്ങൾക്കും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിനുമെതിരെ ഡയാന ഫയൽ ചെയ്ത മാനനഷ്ട കേസിൽ വാദം തുടരവെയാണ് ഗവർണറുടെ ഉത്തരവ്. കാലിക്കറ്റ് സർവകലാശാല വിമൻസ് സ്റ്റഡീസ് വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്തു വരുന്ന SFIയുടെ മുൻ വനിതാ നേതാവ് K. ഡയാനയ്ക്കാണ് അധിക മാർക്ക് നൽകിയത്. 2009 MA പരീക്ഷയിൽ ലഭിച്ച മാർക്കിൽ 8 വർഷങ്ങൾക്ക് ശേഷം 17 മാർക്ക് വർധനവ് വരുത്തിയായിരുന്നു ക്രമക്കേട്. മാർക്ക് ദാനം ചെയ്ത കാലിക്കറ്റ് സർവകലാശാല നടപടിയാണ് ഗവർണർ ഇപ്പോൾ റദ്ദാക്കിയത്. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ RS ശശികുമാർ നൽകിയ പരാതിയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഡോക്ടർ EK സതീഷ്, മാർക്ക് ദാനം ലഭിച്ച മുൻ SFI നേതാവ് ഡയാന തുടങ്ങിയവരുടെ വാദങ്ങൾ നേരിട്ട് കേട്ട ശേഷമാണ് യൂണിവേഴ്സിറ്റി ആക്ടിലെ വകുപ്പ് 7(3) അനുസരിച്ച് അധികമായി നൽകിയ മാർക്ക് ഗവർണർ റദ്ദാക്കിയത്. രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെ അടിസ്ഥാനത്തിൽ സർവകലാശാല പരീക്ഷകളിൽ മാർക്ക് ദാനം ചെയ്യുന്നത് സർവകലാശാല പരീക്ഷകളുടെയും സർവകലാശാലയുടെയും വിശ്വാസ്യതയെ തന്നെ തകർക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. സർവകലാശാല റെഗുലേഷന് വിരുദ്ധമായി മാർക്ക് നൽകുവാൻ സർവകലാശാല വൈസ് ചാൻസലർക്കോ സിൻഡിക്കേറ്റിനോ ഒരു അധികൃതർക്കും അധികാരമില്ല. ആ സർവകലാശാല ചട്ടം ലംഘിച്ചുകൊണ്ടാണ് ഡയാനയ്ക്ക് ഇവിടെ 17 മാർക്ക് കൂടുതലായി നൽകാൻ തീരുമാനിച്ചത്. ഗവർണറുടെ തീരുമാനം സ്വാഗതാർഹമാണ്. നിശ്ചയമായും ഇത്തരത്തിൽ ഉള്ള തെറ്റായ നടപടി കൈക്കൊണ്ട അധികൃതർക്കെതിരെ നടപടി കൈക്കൊള്ളുവാനും ഗവർണർ തയ്യാറാകണം. ഹാജറിന്റെ അടിസ്ഥാനത്തിൽ നൽകുന്ന ഇന്റേണൽ മാർക്കിൽ വ്യത്യാസം വരുത്താൻ സർവകലാശാല റെഗുലേഷനിൽ വ്യവസ്ഥയില്ലെന്നും ഹാജർ നിശ്ചിത 75% കുറവായതിനാൽ ഹാജറിൽ ഇളവ് നേടി സർവകലാശാലയുടെ പ്രത്യേക ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പരീക്ഷ എഴുതിയ ഡയാനയ്ക്ക് 8 വർഷം കഴിഞ്ഞ് 17 മാർക്ക് ഇന്റേണൽ മാർക്കായി കൂട്ടി നൽകിയത് മാർക്ക് ദാനമാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അക്കാദമിക് കൌൺസിൽ അംഗീകരിച്ച ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണ് VCM സിൻഡിക്കേറ്റ് നടത്തിയെന്നുമായിരുന്നു പരാതിക്കാരന്റെ വാദം. വിദ്യാർത്ഥികളുടെ ഹാജർ രേഖകൾ സർവകലാശാല കൃത്യമായി സൂക്ഷിക്കാറില്ലെന്നും അതിനാലാണ് ഹാജരില്ലാത്തവർക്കും മാർക്ക് നൽകാൻ തീരുമാനിച്ചതെന്നുമുള്ള രജിസ്ട്രാറുടെ വിശദീകരണത്തിൽ ഹിയറിംഗ് വേളയിൽ തന്നെ ഗവർണർ ശക്തമായി രോക്ഷം പ്രകടിപ്പിച്ചിരുന്നു. ഡയാനയ്ക്ക് അധിക മാർക്കിന് അർഹതയില്ലെന്നതിനാൽ ചട്ടവിരുദ്ധമായി മാർക്ക് അനുവദിക്കാൻ 2010 നടത്തിയ നീക്കം അന്നത്തെ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ അൻവർ ജഹാൻ സുബൈരി തടഞ്ഞിരുന്നു. ജനം, തിരുവനന്തപുരം.